നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ആളൊഴിഞ്ഞ വീടിന്റെ പറമ്പിലെ മാലിന്യ ടാങ്കിൽ നിന്നും ഒരു യുവതിയുടെ മൃതശരീരം കണ്ടെത്തിയത്. 62 വയസ്സായിരുന്നു ഈ മൃതശരീരത്തിന് ഉള്ള പ്രായം. ഈ മൃതശരീരത്തിൽ വസ്ത്രങ്ങളോ അതുപോലെ തന്നെ ആഭരണങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഈ സ്ത്രീയുടെ ആൺ സുഹൃത്ത് തന്നെയാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമാവുകയാണ്. ഈ എറണാകുളം ഊന്നുകൽ കൊലപാതക കേസിൽ മുഖ്യപ്രതി ശാന്തയുടെ ആൺ സുഹൃത്ത് രാജേഷ് എന്ന പോലീസിന്റെ കണ്ടെത്തൽ. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങളും CCTV ദൃശ്യങ്ങളുമാണ് നിർണായകമായത്. ഒളിവിലുള്ള രാജേഷിന്റെ കാറും മോഷണം പോയ സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാസം 18-നാണ് പെരുമ്പാവൂർ കുറുപ്പംപടി സ്വദേശി ശാന്ത ആശുപത്രിയിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അന്നു തന്നെ കൊലപാതകം നടന്നു എന്നാണ് ശാസ്ത്രീയ വിശകലനങ്ങൾക്കൊടുവിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായത്. ശാന്തയെ രാജേഷ് കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾക്കൊപ്പം ഇരുവരും തമ്മിലുള്ള ഏറെക്കാലത്തെ ഫോൺ സംഭാഷണങ്ങളും പ്രതിയിലേക്കുള്ള സൂചന നൽകി. കൊല നടത്തിയ ശേഷം ശാന്തയുടെ സ്വർണ്ണാഭരണങ്ങൾ അടിമാലിയിലെ ഒരു സ്വർണ്ണക്കടയിൽ വിറ്റ് 4 ലക്ഷം രൂപ വാങ്ങി. ബാക്കി തുകയ്ക്ക് പകരമായി രാജേഷ് വാങ്ങി ഭാര്യയ്ക്ക് കൈമാറിയ 4 പവന്റെ മാലയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തിയ ഊന്നുകല്ലിലെ വീടിന് സമീപത്തുള്ള ഹോട്ടലിൽ രാജേഷ് കുറച്ചുകാലം ജോലി നോക്കിയിരുന്നു. ആളൊഴിഞ്ഞ വീടും പരിസരവും എല്ലാം രാജേഷിന് പരിചിതമായതിനാൽ തന്നെ മൃതദേഹം ഒളിപ്പിക്കാൻ എളുപ്പമായി എന്നാണ് പോലീസിന് പറയുന്നത്. രാജേഷിനെ പിടികൂടിയാൽ മാത്രമേ കൊലപാതകം നടത്തിയ ഇടവും രീതിയും എല്ലാം വ്യക്തമാവുകയുള്ളൂ. മറ്റ് സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഊന്നുകല്ലിൽ എത്തിച്ച് മറവ് ചെയ്തു എന്നാണ് നിഗമനം. ശാന്തയുടെ മൊബൈൽ ഫോണും രാജേഷിന്റെ കൈവശം എന്നാണ് സൂചന. കൊലപാതക വിവരം പുറത്തറിഞ്ഞത് മുതൽ രാജേഷിന്റെയും ശാന്തയുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. കൂടുതൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി മൃതദേഹം കണ്ടെത്തിയ ഊന്നുകല്ലിൽ ഉൾപ്പെടെ പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സമാനമായ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തയും കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നുമാണ് ഇതിൽ വസ്ത്രങ്ങളില്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. മാത്രമല്ല പരിസര പ്രദേശത്ത് നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് വന്ന് നോക്കുമ്പോഴാണ് ഇതിനകത്തൊരു മൃതദേഹം കിടക്കുന്നത് കണ്ടത്. പുറത്തെടുത്ത് നോക്കുമ്പോഴാണ് ഇത് സ്ത്രീയുടെ മൃതദേഹമാണ് എന്ന് മനസ്സിലായത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഒരു വൈദികന്റെ ഉടമസ്ഥയിലുള്ള പറമ്പിലാണ് ഇത്തരത്തിലൊരു കർമ്മം നടന്നിരിക്കുന്നത്. പക്ഷേ ഉടമസ്ഥർക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ തൊട്ടടുത്തുള്ള ഹോട്ടൽ മുറിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആരും കരുതിയിരുന്നില്ല ഇങ്ങനെ ഒരു കാമുകനിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള മരണം ഉണ്ടായത് എന്ന് ആരും വിചാരിച്ചിരുന്നില്ല. ആരോ ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ കവരാൻ വന്നപ്പോൾ ഉണ്ടായ മരണമാകാൻ കാരണമെന്നാണ് മനസ്സിലായത്. എന്നാൽ പിന്നീടാണ് ഇവരുടെ ആൺ സുഹൃത്ത് തന്നെയാണ് കൊല്ലപ്പെടുത്തിയത് എന്ന് മനസ്സിലാകുന്നു. മാത്രമല്ല ഈ കാമുകിയെ കൊന്ന് കാമുകിയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് അതിൽ നിന്നും 4 പവന്റെ ഒരു മാല സ്വന്തം ഭാര്യയ്ക്ക് കൊണ്ടുകൊടുക്കാൻ കാണിച്ച ആ കള്ളന്റെ വിശാല മനസ്കതയൊക്കെ നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇയാളുടെ പിന്നാലെ തന്നെ ഉണ്ട്. ഉടൻ തന്നെ ഇയാൾ പിടിയിലാകുമെന്നാണ് വ്യക്തമാകുന്നത്. തുടർ നടപടികൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാകുന്നു. എന്തായാലും വീടും പരിസരവും എല്ലാം രാജേഷിന് പരിചിതമായതിനാൽ തന്നെ മൃതദേഹം ഒളിപ്പിക്കാൻ എളുപ്പമായി എന്നാണ് പോലീസ് പറയുന്നത്. രാജേഷിനെ പിടികൂടിയാൽ മാത്രമേ കൊലപാതകം നടത്തിയ ഇടവും രീതിയുമെല്ലാം വ്യക്തമാവുകയുള്ളൂ.